കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞു വളർത്തിയ സ്വന്തം കുഞ്ഞു നഷ്ടമായ സാഹചര്യത്തിൽ മനസ്സ് തളർന്നു നിൽക്കുന്ന അമ്മ. ആ അമ്മയെ കാണാൻ പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനിരയെ മരിച്ച സിദ്ധാർത്ഥൻ്റെ അമ്മ എത്തി. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ വേദന പങ്കുവച്ചു. സിദ്ധാർത്ഥൻ്റെ കേസിൽ നീതി കൃത്യമായി നടപ്പാക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് സിദ്ധാർത്ഥൻ്റെ അമ്മ പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഇവർ രണ്ടാളും ഒപ്പം കണ്ട ആ ഒരു ദൃശ്യങ്ങളെന്ന് പറയുന്നത് സങ്കടത്തിനു മേൽ വീണ്ടും ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങളും വളരെയധികം മിടുക്കർ. അവരെ കൂടുതൽ പഠിച്ചിട്ട് വളരാനായി വിട്ട കോളേജിൽ അവരെ നഷ്ടമായ രണ്ടമ്മമാർ. അവരുടെ കണ്ണുനീർ കണ്ടു നിന്നവർക്ക് വളരെയധികം നൊമ്പരമായി. സ്വന്തം മകന് നീതി ലഭിക്കാനായി ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുന്ന അമ്മയാണ് സിദ്ധാർത്ഥൻ. അതേ സാഹചര്യത്തിൽ മകനെ നഷ്ടമായ അമ്മയുടെ കണ്ണീരൊപ്പാൻ ആ അമ്മ എത്തിയപ്പോൾ കണ്ടു നിന്നവർക്കും കണ്ണീരടക്കാനായില്ല. നിതിൻ്റെ അമ്മ അനുഭവിക്കുന്ന ഹൃദയവേദന അത് മറ്റാരേക്കാളും നന്നായി മനസ്സിലാകുന്ന സിദ്ധാർത്ഥൻ്റെ അമ്മ ആ വേദനയിലും നിതിൻ്റെ അമ്മയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. വറ്റാത്ത കണ്ണീരോടെയാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ നിതിൻ്റെ വീട്ടിൽ ഓരോ നിമിഷവും ചിലവഴിച്ചത്. മകൻ മരിച്ച ശേഷം താൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അങ്ങനെ ഒരു കാര്യത്തിന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ഇന്നാണ് എന്ന് സിദ്ധാർത്ഥൻ്റെ അമ്മ പറഞ്ഞു. ഒരു ചടങ്ങിനും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പക്ഷേ ഈ സംഭവം അറിഞ്ഞപ്പോൾ അതേ അവസ്ഥ അനുഭവിക്കുന്ന നിതിൻ്റെ അമ്മയെ കാണാൻ എത്തണമെന്ന് തോന്നി. ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അത് നടന്നിട്ടില്ല എന്ന് ഇടിയറിയ ശബ്ദത്തിൽ പോലും ആ അമ്മയ്ക്ക് പറഞ്ഞു മുഴുമിക്കാൻ സാധിച്ചില്ല. സിദ്ധാർത്ഥൻ്റെ കേസിൽ ഇതുവരെയും നീതി നടപ്പായില്ല. എത്രത്തോളം നീതി നടപ്പായി എന്ന ചോദ്യം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ. ഈ നിലയിൽ ശിക്ഷ നടപ്പാക്കുന്നതിനാൽ തന്നെ കുറ്റങ്ങളും കുറയില്ലെന്നാണ് അവർ പറയുന്നത്. പൂക്കാട്ട് കോളേജിലെ കുറ്റക്കാരായ ഡീൻ അടക്കമുള്ള അധ്യാപകരെ തിരിച്ചെടുത്തില്ലേ എന്നും സിദ്ധാർത്ഥൻ്റെ അമ്മ ചോദിക്കുന്നു. അതുപോലെ നിതിൻ്റെ കേസിലെ അധ്യാപകർക്കുള്ള സസ്പെൻഷനും വെറും ഒരു പുകമറയാണ്. സിദ്ധാർത്ഥൻ്റെ കേസിൽ നിയമവും ശിക്ഷയും കൃത്യമായി നടപ്പായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള കുറ്റങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. കുറ്റവാളികൾക്ക് ഒരു പേടിയുമില്ലല്ലോ. എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്നും തിരികെ കയറാമെന്നും അവർക്ക് അറിയാം. സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലും ആദ്യം സ്വാഭാവിക മരണം എന്നാണ് പറഞ്ഞത്. പിന്നീട് ഓരോരോ ദിവസങ്ങളിലാണ് സത്യം പുറത്തു വന്നത്. നിതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മകൻ ഉപയോഗിച്ച കണ്ണട, ബെൽറ്റ്, പേഴ്സ് എന്നിവ അടക്കമുള്ള പല വസ്തുക്കൾ ഇപ്പോഴും എവിടെയാണെന്ന് ഒരു അധികാരികൾക്കും പറയാനായിട്ടില്ല. സിദ്ധാർത്ഥിൻ്റെ കേസിൽ ഗവർണർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കുറ്റവാളികളായ കുട്ടികൾ ഇപ്പോഴും കോളേജിൽ കയറാത്തത്. കുറ്റവാളികൾക്കുള്ള നിയമസഹായത്തിന് ബക്കറ്റ് പിരിവ് പോലും കോളേജിൽ നടത്തി. ഇതിലൂടെ അവിടെ ഉള്ളവരുടെ നിലപാട്, പ്രത്യേകിച്ചും ഇടത് അധ്യാപക സംഘടനകളുടെ കാര്യം വ്യക്തമാണെന്നും സിദ്ധാർത്ഥിൻ്റെ അമ്മ പറയുന്നു. ഈ 2 വർഷത്തോളം മകന് സംഭവിച്ചതുപോലെ ആർക്കും സംഭവിക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥനയും വിഫലമായി. എൻ്റെ മകനെ പോലെ നിതിനും ജീവൻ നഷ്ടമായി. ആ അമ്മയെ കാണാൻ വേണ്ടിയാണ് വന്നത്. മകന് സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിക്കുമ്പോൾ വേദനയുണ്ട്. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.